നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ വേദനയായിട്ടുള്ളൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ നമ്മളെ തേടിയെത്തിയത്. ആടിയും പാടിയും ആഹ്ലാദം നിറഞ്ഞ ഒരു യാത്ര ഒടുവിൽ അവസാനിച്ചത് കൂട്ടക്കരച്ചിലും കണ്ണീരിലുമാണ്. ജീവിതത്തിൽ ആദ്യമായി വിമാനത്തിൽ പറക്കണമെന്ന കൊച്ചു സ്വപ്നവുമായി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വിമാനം കയറിയ കുടുംബശ്രീ സംഘത്തെ കാത്തിരുന്നത് വലിയൊരു ദുരന്തമായിരുന്നു. ഷോപ്പിംഗിനിടെ കനത്ത മഴയിൽ ആശുപത്രി മതിൽ ഇടിഞ്ഞു വീണ് മരിച്ചത് എറണാകുളം രാമമംഗലം സ്വദേശികളായ 2 വീട്ടമ്മമാരായിരുന്നു. രാമമംഗലം തെക്കേപ്പറമ്പിൽ രഘുവിന്റെ ഭാര്യ സ്മിത എന്ന 48 വയസ്സുകാരിയും ആശുപത്രിപ്പടി സ്വദേശി ലത എന്ന 53 വയസ്സുകാരിയുമാണ് മരണപ്പെട്ടത്. വിമാനത്തിൽ കയറണമെന്ന ഈ കുടുംബശ്രീ പ്രവർത്തകരുടെ കാലങ്ങളായുള്ള ആഗ്രഹമായിരുന്നു. ഇതിനായി ഓരോരുത്തരും തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ചെറിയ തുകകൾ മാറ്റിവെച്ച് കാത്തിരിക്കുകയായിരുന്നു. 46 കുടുംബശ്രീ അംഗങ്ങളും 10 ഉദ്യോഗസ്ഥരും അടങ്ങുന്ന 56 പേരുടെ സംഘം ബുധനാഴ്ച രാവിലെ 11:30 ബാംഗ്ലൂരിൽ വിമാനം ഇറങ്ങിയത്. നഗരം ചുറ്റിക്കണ്ട് വ്യാഴാഴ്ച മടങ്ങാനിരിക്കെയാണ് വിധി വില്ലനായി എത്തിയത്. വൈകുന്നേരം നഗരത്തിൽ ഷോപ്പിംഗിനായി വിവിധ സംഘങ്ങളായി പിരിഞ്ഞുപോയതായിരുന്നു സംഘം. ഇതിനിടെ ബാംഗ്ലൂരിൽ കനത്ത മഴ പെയ്തു. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്രൗറിംഗ് ആൻഡ് ലേഡി കഴ്സൺ ആശുപത്രിയുടെ മതിലിനോട് ചേർന്ന് കയറി നിന്നപ്പോഴാണ് ദുരന്തം സംഭവിച്ചത്. കാലപ്പഴക്കം ചെന്ന മതില് പെട്ടെന്ന് തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. സ്മിതയും ലതയും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. കൂടെയുണ്ടായിരുന്ന മായ, പ്രീതി, സിജി എന്നിവർക്ക് പരിക്കേറ്റു. മലയാളികൾ ഉൾപ്പെടെ 8 പേരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ദുരന്ത വാർത്തയറിഞ്ഞ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കർണാടക സർക്കാർ 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതിലിന്റെ ബലക്ഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക ഉത്തരവും നൽകിയിട്ടുണ്ട്. JCB ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ മാറ്റിയാണ് മണിക്കൂറുകൾക്ക് ശേഷം മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. സ്വരുക്കൂട്ടിയ പണം കൊണ്ട് വിമാനത്തിൽ പറന്ന് സന്തോഷം പങ്കിടാൻ പോയ പ്രിയപ്പെട്ടവർ ഇനി ചേതനയറ്റ് മടങ്ങി വരുമെന്ന വാർത്ത രാമമംഗലം ഗ്രാമത്തിന് താങ്ങാവുന്നതിലും അധികമാണ്. അനാമിക, അരുന്ധതി, ആവണി എന്നിവരാണ് സ്മിതയുടെ മക്കൾ. ലത അവിവാഹിതയാണ്. സ്വപ്നങ്ങൾ പാതി വഴിയിൽ മുറിഞ്ഞ ഈ കുടുംബങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നൊമ്പരപ്പെടുകയാണ് നാട്. അനാമിക, അരുന്ധതി, ആവണി എന്നിവരാണ് സ്മിതയുടെ മക്കൾ. എന്തായാലും ആ മക്കൾ 3 പേരും അമ്മയുടെ അവസാന യാത്ര എങ്ങനെയാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല.